ഹലോ നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ഫാൻറ്റസി ഹോമിലേക്ക് ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യാണ്. കുറേ നാളുകളായി ഞാനൊരു വീഡിയോ കണ്ടിട്ടുള്ളത് ഇട്ടിട്ട് ചുമ്മാ ചെറിയ വീഡിയോസാണ് ഇടാറ്. അപ്പോൾ വീട്ടിൽ കറി വെക്കാൻ നോക്കിയപ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കോവയ്ക്ക കൊണ്ട് എന്തെങ്കിലും വെക്കാമെന്ന് നോക്കിയപ്പോൾ മനസ്സിൽ വന്നത് മീൻ കറി മാതിരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കോവയ്ക്ക പൊട്ടിച്ചപ്പുണ്ട് കണ്ടു, ഇരട്ട കോവയ്ക്ക കണ്ടു. എന്താ ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഒരു കോവയ്ക്ക രണ്ടെണ്ണം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുറിക്കാൻ തോന്നിയില്ല, പക്ഷേ എന്താ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ കശാപ്പ് ചെയ്ത് മുറിച്ച് നീളനെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ നമ്മളൊരു പത്തിയില എന്താ പറയുക ഞാനൊരു മീൻ വെക്കുന്ന ഒരു ചെമ്പുണ്ട്, ഒരു ചെറിയ അരിക്ക ചെമ്പുണ്ട്. അതിൽ ഞാൻ ഈ കോവയ്ക്ക നന്നായിട്ട് നീളനെ അരിഞ്ഞിട്ട് അതിൽ ഞാൻ ഒരു 1/4 ടീസ്പൂണും ഇത്തിരിയും കൂടിയും കൂടുതൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം എന്താ ഇടണ്ടേ, മുളക് പൊടി ഇടണം. മുളക് പൊടി ഇത്തിരി എരിവുള്ളതായതുകൊണ്ട് 2 ടീസ്പൂൺ ഇട്ടു. കാരണം പുളിയും ഒക്കെ ഉള്ള കാരണം കുറച്ച് എരിവ് കയറി നിൽക്കാനായിട്ടാണ് 2 ടീസ്പൂൺ ഇട്ടത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. കാരണം ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ വീട്ടിൽ വയ്ക്കാം. എൻ്റെ വീട്ടിൽ ചാളയും മയിലയും മാത്രമാണ് വെക്കണത് മീനായിട്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കണത്. അപ്പോൾ അതേ രീതി തന്നെ ഞാനിത് ചെയ്യുകയാണ്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അത്യാവശ്യത്തിന് പാകത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുക അതിനുശേഷം ഒരു സവാള എടുത്തിട്ട് അരിഞ്ഞിട്ട് 3 പച്ചമുളക് എടുത്തു. കറിവേപ്പിൻ്റെ ഇല ഞാൻ അങ്ങനെ തന്നെ ഇട്ടു, തണ്ടോട് കൂടിയിട്ടിട്ടു. എന്നിട്ട് നന്നായിട്ട് നമ്മളത് കുഴച്ച് വയ്ക്കുക. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുഴച്ചിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വാളൻ പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ പുളി വെള്ളം കൂടി അതിൽ ചേർത്തിട്ട് പിന്നെ ഒരു അരമുറി നാളികേരം എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ആ അരവും കൂടി അതിൽ കൂട്ടിയിട്ട് ഒരു 10-15-20 മിനിറ്റ് അങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൗവ് കത്തിച്ചിട്ട് ഇതങ്ങനെ തന്നെ സ്റ്റൗവിൽ മേലേക്ക് വെക്കുക. ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ ഞാൻ സവാളയാണ് ചെയ്തത്, കാരണം ഉണ്ടായിരുന്നില്ല, ചെറിയുള്ളി വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ സവാള എടുത്തിട്ട് അത് കുനുകുന അരിഞ്ഞിട്ട് നമ്മളത് മൂപ്പിച്ചിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മളത് മൂപ്പിച്ച് ചേർക്കുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പപ്പണിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് മീൻ കഴിച്ചില്ലെങ്കിലും നമ്മൾക്ക് എന്താ പറയുക, മീൻ്റെ ഒരു ഇത് കിട്ടിയില്ലെങ്കിലും നമ്മൾക്ക് ആ ഒരു ചാറ് നമുക്കതൊരു ടേസ്റ്റ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങളും വീട്ടിലിത് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കണ്ട. ഒരിക്കലും മറക്കല്ലേ, അത് അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോസ് എല്ലാം കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് എനിക്ക് വേണം. അപ്പോൾ അതേനാ എൻ്റെ ഉള്ളി ഇങ്ങനെ ഇതേ കളറാവണം, കണ്ടു. ഇതേ കളറായി കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിയിട്ട് അതിലേക്ക് ഒഴിച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു മാക്സിമം ഒരു 5-10 മിനിറ്റിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു കറിയാണ്. എല്ലാവർക്കും എൻ്റെ വീട്ടിൽ ഞാൻ മോനുണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ മീൻ വാങ്ങാൻ മറക്കണ്ട, ഇത് വല്ലപ്പോഴും കിട്ടുള്ളൂ കോവയ്ക്കാന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ മീൻകറി റെഡിയായി, കോവയ്ക്ക മീൻകറി റെഡിയായി. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.